ഹലോ മക്കളെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലോ. അപ്പം +1 ചാപ്റ്റർ 1 യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് അല്ലെ. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി അല്ലെ. എന്തായിരുന്നു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി? നമ്മൾ പഠിച്ചു. നമ്മൾ ഡയമെൻഷൻസ് എഴുതാൻ പഠിച്ചായിരുന്നു അല്ലെ. MLT ഇതുപോലത്തുള്ള ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ ബേസ് ചെയ്ത് നമ്മൾ അതിന്റെ പവർ ആയിട്ട് എക്സ്പ്രസ് ചെയ്തെന്താ, അതിനെയാണ് നമ്മൾ ഡയമെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് പറയുന്നത്. എമ്മും എല്ലും ടിയും, ക്യാപിറ്റൽ എം, ക്യാപിറ്റൽ എൽ, ക്യാപിറ്റൽ ടി, ഈ മൂന്ന് ഇതിന്റെ ബേസിസിലാണ് നമ്മൾ ഇത്രയും ബാക്കിയുള്ള എല്ലാ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെയും എന്താ ഡയമെൻഷൻ എഴുതുക. ഓക്കെ അല്ലേ? സോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ എന്താ ഈ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ? ഫോർമുല, ഡയമെൻഷൻ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഒരു ഫോർമുലേഷൻ, അതിനെയാണ് ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ തന്നെ ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്കറിയാം, ഇക്വേഷനിൽ നടുക്കൊരു ഈക്വൽ ടു സൈൻ ഉണ്ടാവും, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ടാവും. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറയുന്നതാണ് ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലെ. സോ ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡയമെൻഷണൽ ഇക്വേഷനിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഉള്ള രണ്ട് ടേംസും ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങളോട് ചെക്ക് ചെയ്യാൻ പറയും. ഓക്കെ, സോ ഡയമെൻഷനലി കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻസിനെ, അത് എന്തിന്റെ പ്രിൻസിപ്പിളിന്റെ ബേസിസിലാണ് നമ്മൾ പറയുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. ഓക്കെ, സോ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റിയിൽ ഫിസിക്കൽ ഇക്വേഷൻസ്, അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻസ്. ഫോർ എക്സാമ്പിൾ F = ma അല്ലെ. F ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്, ഫോഴ്സ്. M മാസ്, A ആക്സിലറേഷൻ, ഇതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലെ. എന്ന് വെച്ചാൽ എന്താ? നമുക്ക് അളക്കാൻ പറ്റുന്ന, ഫിസിക്കലി നമുക്ക് അളക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ്. ഓക്കെ, സോ ഫിസിക്കൽ ഇക്വേഷൻസ് ആർ ഡയമെൻഷനലി കറക്റ്റ് എപ്പോ? രണ്ട് സൈഡിലുമുള്ള ടേംസ് എല്ലാം ഡയമെൻഷനലി ഈക്വൽ ആണെങ്കിൽ മാത്രം. ഓക്കെ, സോ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുകയോ ഇല്ലെങ്കിൽ എന്താണ് അതിന്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുകയോ ചെയ്യണമെങ്കിൽ എന്താണ്, ക്വാണ്ടിറ്റീസ്, ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ദാറ്റ് ഹാവ് സെയിം ഡയമെൻഷണൽ ഫോർമുല, അങ്ങനെയുള്ളവയെ മാത്രമേ എന്താണ് നമുക്ക് ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്ട് ചെയ്യാനോ പറ്റുള്ളൂ. ഓക്കെ, സോ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡയമെൻഷണൽ അനാലിസിസിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ. കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻ ചെക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ ചില ഫോർമുലാസ് ഡിറൈവ് ചെയ്യാൻ, ഇതിനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താ, ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറൊരു സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, ഇതിനൊക്കെ എന്താണ് ഡയമെൻഷണൽ അനാലിസിസ് അല്ലെങ്കിൽ ഡയമെൻഷണൽ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. അതിലൊക്കെ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്ന് പറയുന്നത് വയലേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യണം. ഓക്കെ, സോ അതിനകത്ത് നമ്മൾ പറഞ്ഞു ഈ ഡയമെൻഷൻസ് നമ്മൾ ഓൾറെഡി ചില ക്വാണ്ടിറ്റീസിന്റെ അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഒക്കെ നമ്മൾ ഡിറൈവ് ചെയ്തായിരുന്നു അല്ലെ. അതിൽ തന്നെ എന്തായിരുന്നു? ഫോഴ്സ് അല്ലെങ്കിൽ വെയിറ്റ്, ഫോഴ്സ് ഓർ വെയിറ്റ് സെയിം ഡയമെൻഷൻ ആണ് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു ഫോഴ്സ് ഓർ വെയിറ്റിന്റെ ഡയമെൻഷൻ? ഓക്കെ, ഫോഴ്സിന്റെ ഡയമെൻഷൻ നമുക്ക് കിട്ടിയത് ML. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലെ. ആക്സിലറേഷൻ എന്തായിരുന്നു? LT⁻². സോ ഫോഴ്സിന് നമുക്ക് കിട്ടുന്ന എന്താണ്? ML⁻²- ആണെന്ന് പഠിച്ചു അല്ലെ. ഫോഴ്സും അതെ, അതുപോലെ തന്നെ വെയിറ്റും. ഇതിന്റെ രണ്ടിന്റെയും ഡയമെൻഷണൽ ഫോർമുല എന്താണ്? ഡയമെൻഷണൽ ഫോർമുല എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോളുക, നമ്മൾ എന്തിലാക്കും? നമ്മൾ പെട്ടിയിലാക്കും അല്ലെ, നമ്മൾ പെട്ടിയിലാക്കും. സോ ML⁻². അങ്ങനെയാണെങ്കിൽ വർക്കിന്റെ ഡയമെൻഷൻ ഫോർമുല എന്തായിരിക്കും? വർക്കിന്റെ ഡയമെൻഷൻ എങ്ങനെയായിരിക്കും മക്കളെ? ശ്രദ്ധിച്ചേ, വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് മീൻസ് ഇറ്റ് ഈസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, സോ ഫോഴ്സ് നമുക്കറിയാം, ഫോഴ്സിന്റെ ഡയമെൻഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു, ML⁻². എന്തായിരുന്നു? ML⁻². അങ്ങനെയാണെങ്കിൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നിങ്ങൾക്കറിയാം, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് പാത്ത് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് അല്ലെ. നമുക്ക് രണ്ട് പോയിന്റ് തന്നു, ആ പോയിന്റ് തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്തായിരുന്നു ഡിസ്പ്ലേസ്മെന്റിന് നമ്മൾ പറഞ്ഞു മിക്കപ്പോഴും എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആയിരിക്കും എപ്പോഴും രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഏറ്റവും ചെറിയ ദൂരം എന്ന് പറയുന്നത് അല്ലെ. നിങ്ങളിപ്പോ ഈ രണ്ട് പോയിന്റ്, ഇത് നിങ്ങളിങ്ങനെ വളഞ്ഞു വളഞ്ഞു പോകും, അതിന് പകരം എന്താ? സ്ട്രെയിറ്റ് ലൈൻ, ഈ രണ്ട് പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടെങ്കിൽ അതിൽ കൂടെ പോകുമ്പോഴായിരിക്കും ഏറ്റവും പെട്ടെന്ന് എത്തുന്നത്. ഓക്കെ, സോ
വർക്ക് ഈസ് ഇക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. സോ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഒരു ലെങ്ത് തന്നെയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ലെങ്ത്തിന്റെ ഡയമെൻഷൻ എന്തായിരുന്നു? ലെങ്ത്തിന്റെ ഡയമെൻഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ എൽ വെച്ച്. സോ വർക്കിന്റെ ഡയമെൻഷൻ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യുക? ഫോഴ്സിന്റെ ഡയമെൻഷൻ mlt⁻² ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ലെങ്ത് തന്നെയാണ്. അപ്പൊ അതിന്റെ ഡയമെൻഷൻ എൽ വരും. ദാറ്റ് വിൽ ബി m ഇൻറ്റു എൽ ഇൻറ്റു എൽ. എൽ ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ ഇൻറ്റു എൽ. എൽ എന്ന് പറഞ്ഞാൽ l⁻⁴. സോ l⁻⁴. നമുക്കറിയാം a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ a⁻m+n. പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് l². സോ ml² t⁻². ഇതാണ് എന്ത്? വർക്ക് ഓർ എനർജി. ഓക്കെ, വർക്കിന്റെയും എനർജിയുടെയും ഒക്കെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ml² t⁻². ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഫോഴ്സ്, വർക്ക്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയമെൻഷൻസ് ആണ്. ഓക്കെ, സോ ഫോഴ്സിന്റെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണെന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് വന്നിട്ടാണ് കിട്ടുന്നത്. ബട്ട് നിങ്ങൾ എന്താ അറ്റ്ലീസ്റ്റ് ഫോഴ്സിന്റെ എന്താണ് mlt⁻² ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ വർക്കിന്റെ ചോദിച്ചാൽ വർക്കിന്റെ ഏറ്റവും നല്ലത് നമ്മളത് ബൈ ഹാർട്ട് ചെയ്യുന്നത് തന്നെയാണ്. കാരണം എന്താ, പെട്ടെന്ന് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ അറ്റ്ലീസ്റ്റ് ഫോഴ്സ് എന്താണ്, വർക്ക് എന്താണ്, ഇതൊക്കെ എന്താണ് നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ ഡയമെൻഷൻ അനാലിസിന് ഒത്തിരി പോസിറ്റീവ് സൈഡ്സ് ഉണ്ട് അല്ലെ. അതായത് പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. ബട്ട് നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ. എന്തൊക്കെയായിരിക്കും അതിന്റെ ലിമിറ്റേഷൻസ്? നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ക്വാണ്ടിറ്റീസിനും ഡയമെൻഷൻസ് ഉണ്ടോ? ചിലതിന് നമുക്ക് ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസ് ഉണ്ട്. അത് ഏതൊക്കെയായിരിക്കും? ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വളരെ പരിചിതമായ ഒന്നാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? വി വിൽ റെപ്രസെന്റ് ഇറ്റ് ബൈ സ്മോൾ n. ഓക്കെ, സ്മോൾ n എന്ന് പറഞ്ഞാൽ c/v. c/v, അതായത് c എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. ഓക്കെ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. അതും ഒരു സ്പീഡാണ്. ഡിവൈഡഡ് ബൈ v. v എന്ന് പറഞ്ഞാൽ എന്താണ്? അഗെയിൻ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ഏതെങ്കിലും ഒരു മീഡിയം തരാം, എയർ, വാട്ടർ. അപ്പൊ നിങ്ങളോട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. സോ രണ്ടും എന്ത് തന്നെയാണ്? സ്പീഡ് തന്നെയാണ്, സ്പീഡ് ഓഫ് ലൈറ്റ് തന്നെയാണ്. സോ അതിന്റെ അർത്ഥം എന്താണ്? രണ്ടും ഒരേ ക്വാണ്ടിറ്റിയുടെ തന്നെ വേറെ വേറെ മീഡിയം ആണെന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. സോ അതെന്താണ്? അതിന് ഡയമെൻഷൻ ഉണ്ടാവില്ല. അതിന് യൂണിറ്റ് ഉണ്ടാവുമോ? അതിന് യൂണിറ്റ് ഉണ്ടാവില്ല. കാരണം എന്താ? ക്യാൻസൽ ആയി പോകും അല്ലെ. ഇപ്പം 2 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വന്നാൽ അത് ക്യാൻസൽ ആയി പോകില്ലേ. അതുപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ത് തന്നെയാണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. ഓക്കെ, അതൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. സോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലാണ്ട് ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് അല്ലെ. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയും. എന്താണ് ഈ റിലേറ്റീവ്? റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അടുത്ത ആൾക്കാർ അല്ലേ. അപ്പോൾ അതായത് ബന്ധമുള്ളവര്. അപ്പൊ അതുപോലെ റിലേറ്റീവ് ഡെൻസിറ്റീനെ എന്താണ് നമ്മൾ പറയാ? നമ്മൾ ഒരു സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റീനെ വേറൊന്നുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ടു ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ഇൻ വാട്ടർ. ഒരു സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി എന്തിനെ വെച്ചാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്? വാട്ടറിനെ വെച്ചിട്ടാണ്. ഓക്കെ, സോ റിലേറ്റീവ് ഡെൻസിറ്റിയും എന്ത് തന്നെയാണ്? റിലേറ്റീവ് ഡെൻസിറ്റിയും ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. റിലേറ്റീവ് ഡെൻസിറ്റി എന്ത് തന്നെയാണ്? റിലേറ്റീവ് ഡെൻസിറ്റി ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. സോ നമ്മുടെ ലിമിറ്റേഷൻ ഓഫ് ഡയമെൻഷണൽ അനാലിസിസിൽ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇതുപോലത്തുള്ള ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, റിലേറ്റീവ് ഡെൻസിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇതൊക്കെ എന്താണ്? ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ടുപിടിക്കാൻ പറ്റില്ല. കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ അതിന്റെ ഒന്നും ഡയമെൻഷന്റെ ബേസിസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ one of the main limitations of dimensional analysis is that we can't find the dimension of dimensionless quantities. കാരണം എന്താ? അവയ്ക്ക് ഡയമെൻഷൻ ഇല്ല. ഓക്കെ, സോ അവയ്ക്ക് ഡയമെൻഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ഉള്ളതിന്റെ എല്ലാം നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. ഓക്കെ, ദെൻ വേറെ എന്താണ്? നമുക്കറിയാം ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് അല്ലെ. സൈൻ തീറ്റ, കൊസൈൻ തീറ്റ. നിങ്ങൾക്ക് പലർക്കും ട്രിഗ്നോമെട്രി ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ടാവാം. ബട്ട് ചിലർക്ക് എന്താണ് കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ടാവാം. ബട്ട് എന്താണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കുവാണെങ്കിൽ അത് ചിലർക്ക് ഭയങ്കര ഇൻതൂസിയാസം നൽകുന്ന ഒരു ടോപ്പിക്കാണ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ അല്ലെ. സോ എക്സ്പോണൻഷ്യൽ അത് എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? 10⁻⁴. ഓക്കെ, മുകളിൽ പവർ ഇട്ട് എക്സ്പോണന്റ് ആയിട്ട് എഴുതുന്നത്. സോ എക്സ്പോണൻഷ്യൽ വരുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഒക്കെ തീറ്റ, ടാൻ തീറ്റ, കോസ് തീറ്റ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പം ഇങ്ങനത്തെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന് ഒന്നും എന്താണ് ഡയമെൻഷൻസ് നമുക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്താണ്
മോർ ദാൻ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, നിങ്ങൾക്കറിയാം ഇപ്പം F ഈസ് ഈക്വൽ ടു MA. ഓക്കെ, അത് രണ്ട് സൈഡിലും ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉള്ളൂ. ഇപ്പം S ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. ഓക്കെ, അതിന്റെ എന്താണ്, ഒരു സൈഡിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉള്ളൂ, മറ്റേ സൈഡിൽ രണ്ടെണ്ണേ ഉള്ളൂ, അപ്പൊ കുഴപ്പമില്ല. പക്ഷെ മോർ ദാൻ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വരുന്നതിൽ എന്താണ്, ഈ ഡയമെൻഷൻ അനാലിസിസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇല്ലെങ്കിൽ അത് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എന്താണ്, നിങ്ങൾക്കറിയാം ഇക്വേഷൻസ് ഒക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഡയമെൻഷനിൽ കറക്റ്റ് ആണോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ അല്ലേ. പക്ഷെ നമ്മൾ ആക്ച്വലി ആ ഇക്വേഷൻസ് കറക്റ്റ് ആണോ എന്ന് നമുക്ക് ഇത് വെച്ച് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ പവറിന്റെ ബേസിസിലാണ് പറയുന്നത് അല്ലേ. M റേസ് ടു ഒരു പവർ, L റേസ് ഏതോ ഒരു പവർ, T റേസ് ഏതോ ഒരു പവർ. സോ നമ്മൾ ഈ എക്സ്പോണൻസിന്റെ ഇത് വെച്ചിട്ട് ഇല്ലെ പവർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡയമെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. പക്ഷെ അത് വെച്ചിട്ട് അങ്ങനെ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു ഡയമെൻഷൻ വെച്ചിട്ട് ആ ഇക്വേഷൻ ലോജിക്കലി അല്ലെങ്കിൽ പ്രാക്ടിക്കലി കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സോ ഇതൊക്കെ എന്താണ്, ഡയമെൻഷൻ അനാലിസിസിന്റെ ഓരോ ലിമിറ്റേഷൻസ് ആണ്. ഓക്കെ, സോ ഈ ഒരു ലിമിറ്റേഷൻസ് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വേണം എന്താ, നിങ്ങൾക്ക് പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ. നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടാം, പക്ഷെ അത് ആക്ച്വലി അങ്ങനെ ആവണം എന്നുണ്ടോ? നിർബന്ധമില്ല അല്ലേ. സോ ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് ചില പ്രോബ്ലംസ് നിങ്ങൾക്ക് തരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ അതെന്താണ്, ഒന്നെങ്കിൽ ഇക്വേഷൻ ഡയമെൻഷനിൽ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി തരാം, അല്ലെങ്കിൽ എന്തായിരിക്കാം ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനായിരിക്കും. ഓക്കെ, സോ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് ഈ ഡയമെൻഷണൽ അനാലിസിസ്, നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വർക്കിന്റെ ഡയമെൻഷൻ എന്താണെന്ന് ചോദിക്കാം, ഇല്ലെങ്കിൽ 3-4 ക്വാണ്ടിറ്റീസ് തന്നിട്ട് കമ്പയർ ചെയ്തിട്ട് ഓക്കെ ഇതിൽ ഏതിനാണ് ഒരേപോലത്തുള്ള ഡയമെൻഷൻ വരുന്നത്. ഇപ്പൊ നമുക്കറിയാം ഫോഴ്സിന്റെയും വെയിറ്റിന്റെയും ഡയമെൻഷൻ ഒന്നാണ്, എന്തായിരുന്നു ML T⁻². അതുപോലെ വർക്കിന്റെ എനർജിയുടെയും ഡയമെൻഷൻ ഒന്നാണ്, ML² T⁻², അല്ലെ. സോ അങ്ങനെ ഡയമെൻഷൻ സിമ്പിൾ ബേസിസിലും തരാം, അതുപോലെ തന്നെ എന്താണ് ഒരു എന്തെങ്കിലും ഒന്ന് ഡിറൈവ് ചെയ്യാനും വരാം. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സോ മക്കളെ നോക്കിക്കേ എല്ലാവരും, ഇതാണ് ക്വസ്റ്റ്യൻ. യൂസിങ് ഡയമെൻഷണൽ അനാലിസിസ് വെരിഫൈ ദാറ്റ് ദി ഇക്വേഷൻ എന്താണ്, F ഈക്വൽ ടു mv/t. ഓക്കെ, F ഈക്വൽ ടു mv/t ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഈ ഇക്വേഷൻ F ഈക്വൽ ടു mv/2 എന്നുള്ളത് ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, എന്ന് നമ്മൾ എന്താണ് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഡയമെൻഷൻസ് അറിയണം. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. F ഈക്വൽ ടു mv/t ആണ് നമുക്ക് അനലൈസ് ചെയ്യേണ്ടത്. സോ F എന്ന് പറയുന്നതിന്റെ ഡയമെൻഷൻ, mv/t യുടെ ഡയമെൻഷൻ, ഇത് രണ്ട് ഈക്വൽ ആണോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, സോ ഡയമെൻഷൻ പറയുമ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞു നമ്മൾ എന്താണ് പെട്ടിയിലാക്കിക്കോളാം. ഓക്കെ, വളരെ സ്പെഷ്യൽ ആണ് ഡയമെൻഷൻ. സോ mv/t. ഓക്കെ, സോ ഡയമെൻഷൻ ഓഫ് F ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് mv/t ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി F ഡയമെൻഷൻ ഓഫ് F എന്തായിരുന്നു, നമുക്കത് ഓൾറെഡി അറിയാം. ഇനി അത് ഡിറൈവ് ചെയ്യാൻ പോകരുത്, കാരണം എന്താണ് ഇത് 3 മാർക്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയണം എന്താണ് എഫിന്റെ ഡയമെൻഷൻ എന്താണ്. സോ എഫിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ML T⁻² ആണ്. ഓക്കെ, ഓൾവേസ് റിമെമ്പർ എന്താണ് നിങ്ങൾ ബോക്സിലിടുക. ഓക്കെ, ML T⁻². ഇനി mv/t ഇതിന്റെ ഡയമെൻഷൻ നമുക്ക് എഴുതണം. M എന്ന് പറഞ്ഞാൽ എന്താണ്, ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തരും. നിങ്ങളിപ്പോ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു, അപ്പൊ എന്താണ് M എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മൊമെന്റം ആണോ മാസ് ആണോ എന്നൊന്നും കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, മൊമെന്റത്തിന് നമ്മൾ എന്താണ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക, P. ഓക്കെ, M ഫോർ മാസ്. ഓക്കെ, V എന്തായിരുന്നു, V മീൻസ് വെലോസിറ്റി. മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസിലും ദേ വിൽ ബി ഗിവിങ് എന്താ അതിന്റെ തന്നെ നൊട്ടേഷൻസ് എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത് തരും. പക്ഷെ ചിലയിടത്ത് എന്താണ് നിങ്ങൾക്ക് അറിയണം. ഓക്കെ, T ഫോർ ടൈം. ഓക്കെ, സോ എമ്മിന്റെ ഡയമെൻഷണൽ നൊട്ടേഷൻ എന്താണ്, ക്യാപിറ്റൽ M അല്ലെ, മാസിന്റെ ക്യാപിറ്റൽ M. അത്രയല്ലേ ഉള്ളൂ. എല്ലോ ടിയോ വല്ല മാസിൽ വരുന്നുണ്ടോ, ഇല്ല. ഓക്കെ, ഇനി V വെലോസിറ്റി. വെലോസിറ്റിയുടെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം വരും. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ L ഡിവൈഡഡ് ബൈ ടൈം അല്ലെ. അപ്പം ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ എന്താണ്, അപ്പോൾ വരുമ്പോൾ L T⁻⁻1 എന്ന് വരും. ഓക്കെ, സോ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ L T⁻⁻1. ഓക്കെ, സോ ഇത്രയും ന്യൂമറേറ്ററിലെ ടേമായി M ഇൻറ്റു V, ക്യാപിറ്റൽ M ഇൻറ്റു L T⁻⁻1. ഇനി ഡിവൈഡഡ് ബൈ T. T എന്ന് പറഞ്ഞാൽ ടൈം. ടൈമിന്റെ ഡയമെൻഷൻ എന്താണ്, ക്യാപിറ്റൽ T. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ. ഇതിനെ എന്ത് ചെയ്യുക, പെട്ടിയിലാക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ ന്യൂമറേറ്ററിൽ T⁻⁻1 ഉണ്ട്,
ഡിനോമിനേറ്ററിൽ ടി ഉണ്ട്. ഓക്കെ, സോ ഡിനോമിനേറ്ററിലുള്ള ടി എന്ന് പറഞ്ഞാൽ എന്താ? ടി റേസ് ടു 1 തന്നെയാ അല്ലെ? എനി നമ്പർ റേസ് ടു 1 എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ മക്കളെ? സോ അതെങ്ങനെ നമുക്ക് എഴുതാം? ml ടി റേസ് ടു -1. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ടി എന്ന് പറഞ്ഞാൽ ടി റേസ് ടു 1 തന്നെയാണ്. ഈ ടി റേസ് ടു 1 എന്ത് ചെയ്യുക? നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുക. എന്തുകൊണ്ടാണ്? നമുക്ക് രണ്ട് ഇക്വേഷൻസ് ആണ്. ഇക്വേഷന്റെ രണ്ട് സൈഡ് നമുക്ക് ഇക്വേറ്റ് ചെയ്യണം. എന്ത് പറ്റണം? ഇപ്പുറത്തെ സൈഡിൽ ന്യൂമറേറ്റർ മാത്രമേ ഉള്ളൂ, താഴെ ഡിനോമിനേറ്ററിൽ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഇവിടെയും നമുക്ക് ന്യൂമറേറ്ററിലേക്ക് എല്ലാ ഡിജിറ്റ്സിനെയും കൊണ്ടുവരണം അല്ലെ? എന്നാൽ മാത്രമേ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? സോ എന്താണ്, ടി റേസ് ടു 1 മുകളിലേക്ക് വരുമ്പോൾ എന്താവും? ടി റേസ് ടു -1 ആവും. അപ്പൊ എന്ത് പറ്റും? ടി റേസ് ടു -1 ടി റേസ് ടു -1 എന്ത് ചെയ്യും? രണ്ട് സെയിം പവർ ഉള്ള നൊട്ടേഷൻസ് വരുവാണെങ്കിൽ എന്താണ്, നമ്മൾ അതിനെ ആഡ് ചെയ്യും അല്ലെ? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ വരുമ്പോൾ എ റേസ് ടു എം പ്ലസ് എൻ നമ്മൾ പഠിച്ചു. ഓക്കെ, സോ ml ടി റേസ് ടു -1 ടി റേസ് ടു -1 എന്ന് പറയുമ്പോൾ ടി റേസ് ടു -2 കിട്ടും. ഓക്കെ, ml ടി റേസ് ടു -2. അപ്പൊ നോക്കിക്കേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ml ടി റേസ് ടു -2, റൈറ്റ് ഹാൻഡ് സൈഡിലും ml ടി റേസ് ടു -2. ദസ് വെരിഫൈഡ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. സോ ഈ എഫ് ഈക്വൽ ടു എം വി ബൈ ടി എന്നുള്ളത് ഡയമെൻഷനലി കറക്റ്റ് ആണ് അല്ലേ? ഓക്കെ, സോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ? ഇവിടെ നിങ്ങൾക്ക് ഫോഴ്സിന്റെ ഡയമെൻഷൻ അറിഞ്ഞിരിക്കണം അല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ അത് ആദ്യം തൊട്ടേ മാസ് ആക്സിലറേഷൻ എന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിച്ച് വരാനാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, വർക്ക്, വെയിറ്റ്, ഇത് പിന്നെ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണെന്ന് നിങ്ങൾക്ക് അറിയണം. സ്മോൾ എം എന്ന് പറഞ്ഞാൽ മാസ് ആണെന്ന് നിങ്ങൾക്ക് അറിയണം. ഓക്കെ, സോ അതിന്റെ ബേസിസിൽ എന്താണ് ഓരോരോ പ്രോബ്ലംസ് ചെയ്തു വരിക. ഓക്കെ, സോ മക്കളെ നോക്കിക്കേ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി വെച്ചിട്ട് അടുത്തൊരു ഇക്വേഷൻ. ഓക്കെ, ഇക്വേഷൻ എന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടേംസ് അത് ഡയമെൻഷനലി കറക്റ്റ് ആണോ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഹാഫ് mv സ്ക്വയർ ഈസ് ഈക്വൽ ടു mgh. ഓക്കെ, ഹാഫ് mv സ്ക്വയർ ഈസ് ഈക്വൽ ടു mgh എന്ന് പറയുന്നത് ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്നുള്ളതാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, സോ ആദ്യം തന്നെ ഇക്വേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ആണോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, mgh എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടൻഷ്യൽ എനർജി അല്ലെ? ഹാഫ് mv സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? കൈനറ്റിക് എനർജി. അപ്പൊ നിങ്ങൾക്കറിയാം രണ്ടും ഓരോ എനർജിയാണ്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? എനർജി ഡ്യൂ ടു മോഷൻ. ഓക്കെ, mgh എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടൻഷ്യൽ എനർജി, എനർജി ഡ്യൂ ടു പൊസിഷൻ അല്ലെ? ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ബോഡി സർഫസിലായിരുന്നു, അവിടെ നിന്ന് എന്താണ് നമ്മൾ ഒരു ഫോഴ്സ് ഉപയോഗിച്ച് നമ്മൾ അതിനെ ഒരു ഹൈറ്റ് വരെ കൊണ്ടുവന്നിങ്ങനെ ഒരു കല്ലിനെ നിർത്തി. അപ്പൊ അതാണ് ആ സമയത്തുള്ള അവിടെ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ ഉള്ള അതിന്റെ എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി അല്ലെ? ഇപ്പൊ നമുക്കറിയാം ഡാമിലൊക്കെ വാട്ടർ സ്റ്റോർ ചെയ്യുന്നത് ഇറ്റ് ഇസ് ഡ്യൂ ടു പൊട്ടൻഷ്യൽ എനർജി അല്ലെ? സോ നിങ്ങൾക്കറിയാം രണ്ടും എനർജിയാണ്. അപ്പൊ അതുകൊണ്ട് അത് ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അത് നമ്മൾ എന്താണ് ജസ്റ്റ് തിയറി ബേസിസിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ഡയമെൻഷനലി ഇത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് വെരിഫൈ ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് എന്ത് ചെയ്യുക? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡയമെൻഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക, അടുത്ത റൈറ്റ് ഹാൻഡ് സൈഡ് ഡയമെൻഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, സോ നമുക്ക് നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി യൂസ് ചെയ്താന്ന് പ്രത്യേകം പറയുന്നുണ്ട്. എന്തായിരുന്നു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി മക്കളെ? കുട്ടീസ് എല്ലാവരും ഒന്ന് പറഞ്ഞേ. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? We have to check whether the dimension of all the terms on both sides are same. Okay, അതും ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഉപയോഗിച്ച് നമുക്ക് വെരിഫൈ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ഈ ടേംസ് നമ്മൾ ഇക്വേഷനിൽ ഉപയോഗിക്കുന്ന ഈ ടേംസ് ഇതിന്റെ എല്ലാം ഡയമെൻഷൻസ് സെയിം ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുക? നമുക്ക് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ തമ്മിൽ ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്ട് ചെയ്യാനോ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? സോ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഹാഫ് mv സ്ക്വയർ അതിവിടെ നിന്ന് തുടങ്ങാം അല്ലെ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ തുടങ്ങുകയാണ് ഹാഫ് mv സ്ക്വയർ. ഓക്കെ, ആദ്യം നമുക്ക് അതിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാം. എം എന്താണ് മക്കളെ? എം എന്ന് പറഞ്ഞാൽ മാസ് അല്ലെ? മാസിന്റെ ഡയമെൻഷൻ നമ്മൾ എങ്ങനെ എഴുതും? ക്യാപിറ്റൽ എം. ഓക്കെ, അപ്പൊ നമുക്ക് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഹാഫ് എന്ന് പറഞ്ഞതിന് ഡയമെൻഷൻ ഒന്നും ഇല്ലെന്ന്. ഹാഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലെ? അല്ലെങ്കിൽ ഒരു നമ്പർ ആണ്. അതിന് എന്തെങ്കിലും ഡയമെൻഷൻ ഉണ്ടോ? നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ കാര്യമല്ലേ പറയുന്നത്, നമുക്ക് അളക്കാൻ പറ്റുന്നത്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് അല്ലെ? ഹാഫ് എന്ന് പറയുന്നത് ഓൾറെഡി ഒരു നമ്പർ മാത്രമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, സോ ഹാഫിനെ നമുക്ക് മാറ്റി നിർത്താം. വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, പ്രശ്നമില്ല. പക്ഷെ എന്താണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓക്കെ, സോ ഹാഫ് എന്ന് പറയുന്നത് നമുക്ക് പുറത്തെടുക്കാം. എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയമെൻഷൻ എന്താണ്? ക്യാപിറ്റൽ എം. മാസ് ആണ്, മാസിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എം. ഇനി വി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻസിൽ ഓൾറെഡി അവർ പറയും മാസ് എന്ന് പറഞ്ഞാൽ ആണ് സ്മോൾ എം, വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്.
അത് തന്നിട്ടില്ലെങ്കിൽ എന്താണ്, നിങ്ങൾ പ്രോപ്പർ ആയിട്ടല്ല ബേസിക്സ് എങ്കിൽ എന്താണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. കാരണം ചിലപ്പോൾ ചിലർ എം എന്ന് വെച്ചാൽ മൊമെന്റം എന്ന് പറയും. വിചാരിച്ച എന്താണ് മൊമെന്റത്തിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. തീർന്നില്ലേ? ഫുൾ തെറ്റിയില്ലേ? അപ്പൊ എന്താണ് എം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മാസ് ആണ്. വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. വെലോസിറ്റി നമ്മൾ എന്ത് എഴുതാ? L(t⁻⁻1). L(t⁻⁻1). ഓക്കെ, അതാണ് വെലോസിറ്റിയുടെ. ഇവിടെ നമ്മൾ L(t⁻⁻1) എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, പക്ഷെ അത് സ്ക്വയർ ചെയ്യണം. കാരണം എന്താ? ഹാഫ് mv² ആണ്. സോ L(t⁻⁻1) ഹോൾ സ്ക്വയർ. ഓക്കെ, L(t⁻⁻1) ഹോൾ സ്ക്വയർ. ഓക്കെ, അത് മിസ് റെഡിൽ എഴുതാം. ഓക്കെ, ഇല്ല വേണ്ട, ക്വസ്റ്റ്യൻ LY ആണ്, നിങ്ങൾ ഓർത്തിരുന്നോളാം. T⁻⁻1 ഹോൾ സ്ക്വയർ. ഓക്കെ, L(t⁻⁻1) ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ എന്താണ്? M. ഇനി L(t⁻⁻1) ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? L² T⁻⁻1 all raised to 2. ഓക്കെ, T⁻⁻1 all raised to 2. അതെങ്ങനെ എഴുതുക? T⁻⁻1 T⁻⁻1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? A⁻m all raised to n. സോ A⁻m എന്ന് വരും, T⁻2 എന്ന് കിട്ടും അല്ലെ? അപ്പം ml² T⁻2. ഇനി എന്താണ്? ഇതിനെ മൊത്തത്തിൽ നമ്മൾ ഒരു ഡയമെൻഷനിൽ എഴുതി ml² T⁻2. സോ ഹാഫ് mv²ന്റെ ഡയമെൻഷൻ എന്താണ്? ml² T⁻2. ഇനി അടുത്തത്, അപ്പം നമുക്ക് ഹാഫ് mv²ന്റെ ml² T⁻2 എന്ന് കിട്ടി. ഇനി അടുത്തത് എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡ് mgh. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി ആണ്. പൊട്ടൻഷ്യൽ എനർജി ആണ് നമുക്കറിയാം, പക്ഷെ mghന്റെ ഡയമെൻഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പം ആദ്യം നോക്കിക്കേ, m ഫോർ മാസ്. ഓക്കെ, സോ മാസിന്റെ ഡയമെൻഷൻ എന്താ മക്കളെ? ക്യാപിറ്റൽ M. ദെൻ g എന്ന് വെച്ചാൽ എന്താ? g എന്താണ്? ഗുഡ് ആണോ? അല്ല, g ഫോർ ഗ്രാവിറ്റി. ഗ്രാവിറ്റി ആണ് നമ്മൾ ഗ്രാവിറ്റേഷൻ വെച്ച് പറയും, പക്ഷെ g എന്ന് വെച്ചാൽ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഗ്രാവിറ്റി കാരണം ഒരു ബോഡിക്ക് ഉണ്ടാവുന്ന ആക്സിലറേഷൻ. ഓക്കെ, നമുക്കറിയാം ഒരു ബോള് മുകളിലേക്ക് പോയാൽ തിരിച്ച് താഴേക്ക് വരുന്നത് ഇതെല്ലാം ഗ്രാവിറ്റി കാരണമാണ്. കാരണം എന്താണ്? നമ്മുടെ എർത്ത് കോൺസ്റ്റന്റ്ലി പുള്ളി ചെയ്യുവാണ് എല്ലാ ബോഡീസിനെയും അതിന്റെ സെന്ററിലേക്ക്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഗ്രിപ്പ് കിട്ടി ഇവിടെ നിൽക്കുന്നത് തന്നെ അല്ലെ? സ്പേസിലൊക്കെ നമുക്കറിയാം എന്താണ്, അവരിങ്ങനെ പറന്ന് നടക്കുവാണ്, ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അല്ലേ? സോ സ്മോൾ g എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നിങ്ങൾ പരീക്ഷയ്ക്ക് പെട്ടെന്ന് വരുമ്പം അവർ ചിലപ്പോൾ സ്മോൾ g എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് തന്നിട്ടുണ്ടാവില്ല. പക്ഷെ മക്കൾക്ക് അറിയണം സ്മോൾ g എന്ന് വെച്ചാൽ എന്ത് തന്നെയാണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഇസ് എ ഫോം ഓഫ് ആക്സിലറേഷൻ. അങ്ങനെയാണ് പറഞ്ഞേ. ആക്സിലറേഷന്റെ ഡയമെൻഷൻ എന്തായിരുന്നു? നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ? ആക്സിലറേഷന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ L(t⁻2). സോ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് വെലോസിറ്റി, ആക്സിലറേഷൻ, ഡിസ്പ്ലേസ്മെന്റ് ഇതൊക്കെ എന്താണ് ഡയമെൻഷൻ എന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സോ g എന്ന് പറഞ്ഞാൽ L(t⁻2). ഇനി h എന്ന് വെച്ചാൽ എന്താ മക്കളെ? h എന്ന് വെച്ചാൽ ഹൈറ്റ് അല്ലെ? അതായത് ഒരു ബോഡി എത്ര ഹൈറ്റിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രത്യേകം മനസ്സിലാക്കുക, mgh എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നിങ്ങൾ ഓൾറെഡി സ്മോളർ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട്. സോ h എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്, അല്ലെങ്കിൽ ലെങ്ത് തന്നെയാണ് അല്ലെ? ഒരു ലെങ്ത്തിനെയാണ് ഹൈറ്റ് സൂചിപ്പിക്കുന്നത് അല്ലെ? ഒരാളുടെ പൊക്കം എന്ന് പറയുന്നത് എന്താണ്? താഴെ നിന്ന് മുകളിൽ വരെയുള്ള ലെങ്ത് തന്നെയല്ലേ? സോ h എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ലെങ്ത്. സോ ലെങ്ത്തിന്റെ ഡയമെൻഷൻ എന്താണ്? L. അപ്പൊ എന്താണ്? ml T⁻2 into L. ഓക്കെ, സോ എല്ലും വരുന്നുണ്ട്. L into L എന്താണ്? L എന്ന് പറഞ്ഞാൽ L⁻1, ഇത് L⁻1. സോ 2 L ഉണ്ട്, 2ന്റെ ⁻1 ആണ് അല്ലെ? സിംപ്ലി 2 എന്ന് പറഞ്ഞാൽ എന്താ? 2⁻1 അല്ലെ? 3 എന്ന് പറഞ്ഞാൽ എന്താ? 3⁻1. എന്തെങ്കിലും മാറ്റം ഉണ്ടോ? 2⁻1 എന്ന് പറഞ്ഞാൽ 2, 3⁻1 എന്ന് പറഞ്ഞാൽ 3. സോ ml T⁻2 L എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ml² T⁻2. സോ ശ്രദ്ധിച്ച മക്കളെ, ഇവിടുത്തെയും ഡയമെൻഷൻ എന്ത് തന്നെയാണ്? ml² T⁻2. സോ ഹാഫ് mv²ന്റെ ഡയമെൻഷൻ ml² T⁻2. mghന്റെ ഡയമെൻഷൻ എന്ത് തന്നെ? ml² T⁻2. സോ എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. ഓക്കെ, ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. ഓക്കെ, എന്താണ് ഇത്? ഡയമെൻഷനലി കറക്റ്റ് ആണ് അല്ലെ? രണ്ടും എനർജി തന്നെയാണ്, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി. ക്വസ്റ്റ്യൻ വായിക്കും രണ്ട് എനർജിയാണ്. സോ രണ്ടിന്റെ ഡയമെൻഷൻ ഒന്നാണെന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല, യു ഹാവ് ടു വെരിഫൈ ഇറ്റ്. ഓക്കെ, നിങ്ങൾ ഡയമെൻഷൻ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താണ് അവസാനം വരെ ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി വരെ എത്തിക്കുക. എന്നാൽ മാത്രം നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? സോ ഡയമെൻഷൻസ് ബേസിക് ക്വാണ്ടിറ്റീസിന്റെയും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ ഒക്കെ കറക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്ത് പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക?
നമ്മൾ പ്രോബ്ലംസ് കാണുമ്പോൾ പേടിക്കരുത്, നിങ്ങൾ പയ്യെ പയ്യെ സോൾവ് ചെയ്ത് ഫൈനലി യു വിൽ റീച്ച് ദ ആൻസർ. സോ by principle of homogeneity this is dimensionally correct. So നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് നമ്മൾ ഇതുവരെ പഠിച്ചത്? എന്തായിരുന്നു? നമ്മൾ ഒരു ഇക്വേഷൻ തന്നിട്ട് അത് ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാന്നുള്ളത്. പക്ഷേ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഡയമെൻഷണൽ അനാലിസിസിൽ അതിന്റെ വേറൊരു ആപ്ലിക്കേഷൻ എന്തായിരുന്നു മക്കളെ? നമുക്ക് ഇത് ഡിറൈവ് ചെയ്യാൻ, അതായത് എക്സ്പ്രഷൻസ് ഡിറൈവ് ചെയ്യാനും എന്താണ് ഈ ഡയമെൻഷണൽ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. ഓക്കെ, സോ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് കൈനറ്റിക് എനർജി, ഓക്കെ മിസ് അത് കെ ഡോട്ട് എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുകയാണ്. ഇഫ് കൈനറ്റിക് എനർജി ഡിപ്പെൻഡ്സ് ഓൺ മാസ് എം ആൻഡ് സ്പീഡ് വി ഓഫ് ദ ബോഡി അറൈവ് അറ്റ് ആൻ എക്സ്പ്രഷൻ. ഓക്കെ, സോ കൈനറ്റിക് എനർജി രണ്ട് ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? മാസ് എം, ഓക്കെ ബോഡിയുടെ മാസ് എമ്മിനെയും വെലോസിറ്റി വിയെയും കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു എക്സ്പ്രഷനിലോട്ട് ഡിറൈവ് ചെയ്യുക. ഓക്കെ, എക്സ്പ്രഷനിലോട്ട് നിങ്ങൾ എത്തുക. ഓക്കെ, സോ നമുക്ക് എന്തറിയാം? കൈനറ്റിക് എനർജി. ഓക്കെ, കൈനറ്റിക് എനർജിനെ കെ ഡോട്ട് ഇ എന്ന് മിസ് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, കെ ഡോട്ട് ഇ. കെ ഡോട്ട് ഇ എന്താണ്? നമുക്ക് പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല, അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നേ അറിയത്തുള്ളൂ. സോ ഡയറക്റ്റ് പ്രൊപ്പോർഷണാലിറ്റി ആണെന്ന് പറയുന്നു. ഓക്കെ, സോ കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം ഇൻറ്റു വി, മാസിനെയും സ്പീഡിനെയും. ഓക്കെ, ഒരു ബോഡിയുടെ മാസിനെയും സ്പീഡിനെയും ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ എന്താണ് ജനറലി അങ്ങ് എഴുതുവാണ്, കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു മാസ് ആൻഡ് സ്പീഡ് ഓഫ് ദ ബോഡി. ഇനി നമുക്ക് അറിയാം ഡയമെൻഷണൽ അനാലിസിസ് വഴി എക്സ്പ്രഷനിലോട്ട് അറൈവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ എന്താണ് അതിന്റെ റേസ് ടു പവർ എന്നുള്ള രീതിയിൽ എഴുതണം. എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ ഡയമെൻഷൻ വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? സോ നിങ്ങൾക്ക് അറിയത്തില്ല എമ്മിന്റെ ഡയമെൻഷൻ എന്താണെന്ന്. നിങ്ങൾക്ക് എം റേസ് ടു എത്ര പവറാന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, വി റേസ് ടു എത്ര പവറാന്ന് നിങ്ങൾക്ക് അറിയത്തില്ല അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് കോൺസ്റ്റന്റ് നമ്പേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ലെറ്റ് us say it is A. അപ്പൊ ബിയുടെ ആണെങ്കിൽ അടുത്തതാണെങ്കിൽ ബി എന്ന് നമ്മൾ കൊടുക്കത്തില്ലേ, നമുക്ക് അറിയത്തില്ലാത്തതാണെങ്കിൽ. അതുപോലെ എന്താണ് എമ്മിന്റെ പവർ എ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു, വിയുടെ പവർ സ്പീഡിന്റെ പവർ എന്താണ് ബി ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? കൈനറ്റിക് എനർജി. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എം റേസ് ടു എ എന്ന് നമ്മൾ വിചാരിക്കുവാണ് വി റേസ് ടു ബി. കാരണം എന്താണ്? ഇത് ശരിക്കും ഇതിന്റെ പവേഴ്സ് എന്താ നമുക്ക് അറിയത്തില്ല. നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ അല്ലേ, അതങ്ങ് എഴുതിയ പോരെയെന്ന്. നമ്മുടെ ക്വസ്റ്റ്യൻ അതാണല്ലോ, ആണോ? അല്ല, നമുക്ക് ഡിറൈവ് ചെയ്ത് വരണം. ഓക്കെ, സോ നിങ്ങൾ നേരിട്ട് എഴുതിയാൽ അതിൽ കാര്യമില്ല. ഓക്കെ, സോ നമുക്ക് അറിയാത്തതുകൊണ്ട് എം റേസ് ടു എ വി റേസ് ടു ബി എന്ന് നമ്മൾ എഴുതി. ഇനി ഇതെന്ന് പറഞ്ഞ പ്രപ്പോർഷണാലിറ്റി ആണ് കൊടുത്തിരിക്കുന്നത്. ഈ പ്രപ്പോർഷണാലിറ്റിനെ എന്താക്കണം? നമുക്ക് ഒരു ഇക്വേഷൻ ഫോമിലോട്ട് ആക്കണം അല്ലെ? മക്കളെ ശ്രദ്ധിച്ചേ, നമ്മൾ ഡയമെൻഷണൽ ഇക്വേഷൻസ് ആണ് നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. അപ്പൊ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സൈഡിലുള്ള ടേംസിനെ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുവാണ്, അത് ഡയമെൻഷനലി ഈക്വൽ ആണോ എന്ന്. സോ അങ്ങനെ എന്താണ് പ്രപ്പോർഷണാലിറ്റിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുക? ഈക്വൽ ടു സൈൻ കൊടുക്കുക. ഓക്കെ, സോ നമ്മൾ പ്രപ്പോർഷണാലിറ്റിനെ ഈക്വൽ ടു സൈൻ വെച്ച് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? യു ഹാവ് ടു ഇൻട്രൊഡ്യൂസ് എ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. നമ്മളൊരു പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്തായിട്ട്? സ്മോൾ കെ ആയിക്കോട്ടെ. ഓക്കെ, സ്മോൾ കെ. ഓക്കെ, എല്ലാം ഒരേ കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഓക്കെ, സ്മോൾ കെ ആണെന്ന് വിചാരിച്ചോളാം. ഓക്കെ, സ്മോൾ കെ. സോ പ്രപ്പോർഷണാലിറ്റിനെ ഇക്വേഷൻ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി എന്താണ്? ഞാനൊരു പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, കെ, സ്മോൾ കെ. ഓക്കെ, സ്മോൾ കെ എം റേസ് ടു എ വി റേസ് ടു ബി. സോ നമുക്ക് ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ 1. ഓക്കെ, ഇതാണ് ഇക്വേഷൻ 1 എന്ന് വിചാരിക്കുക. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? സോ ഇനി നമുക്കറിയാം കൈനറ്റിക് എനർജി. ഓക്കെ, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ ആണ്, ഹാഫ് എം വി സ്ക്വയർ ആണ് അല്ലെ? അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇനി ഡയമെൻഷണൽ അനാലിസിസ് നടത്താം. നമുക്ക് പക്ഷെ എന്താണ്? ഇതിന്റെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്ക് അറിയത്തുള്ളൂ, ഹാഫ് എം വി സ്ക്വയർ. അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് വേറെയാണ് അല്ലെ? അപ്പൊ എന്താണ്? ഹാഫ് എം വി സ്ക്വയർ. ഓക്കെ, ഹാഫ് എം വി സ്ക്വയർ. ഓക്കെ, സോ ഹാഫ് എം വി സ്ക്വയർ വെച്ചിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഹാഫ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു, അപ്പൊ അത് നമുക്ക് ആവശ്യമില്ല. ഇനി എം എന്ന് പറഞ്ഞാൽ എന്താണ്? എം എന്ന് പറഞ്ഞാൽ മാസ് ആണ്. മാസിന്റെ ഡയമെൻഷൻ എന്താണ്? ക്യാപിറ്റൽ എം. ഇനി വി എന്ന് പറഞ്ഞാൽ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി അല്ലെ? വിയുടെ എന്തായിരുന്നു? എൽ ടി റേസ് ടു -1 ആണ് എന്ത്? ഡയമെൻഷൻ. സോ എന്ത് ചെയ്യാം? ഹാഫ് എം എൽ ടി റേസ് ടു -1 ഓൾ സ്ക്വയർ എന്ന് വരും അല്ലെ? അപ്പൊ എത്രയാണ്? എത്ര വരും? എം എൽ സ്ക്വയർ ടി റേസ് ടു -2 എന്ന് കിട്ടും അല്ലെ? എം എൽ സ്ക്വയർ ടി റേസ് ടു -2. ഓക്കെ ആണോ? ഓക്കെ ആണോ?
ഓക്കെ, ഇനി അപ്പൊ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇത്രയും കിട്ടി. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിന്റെ കാര്യം നമുക്ക് എടുക്കാം. ഓക്കെ, റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കുമ്പോൾ എന്താണ്, കെ എന്ന് പറഞ്ഞ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിന്റെ കാര്യം നമുക്ക് ആവശ്യമില്ല. ഓക്കെ, കെ എന്ന് പറഞ്ഞ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്, അതൊരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഡയമെൻഷൻ ഇല്ല നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ. ഇനി ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. ഇത് നമ്മൾ കൈനറ്റിക് എനർജിയുടെ വെച്ചിട്ടാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ½mv² ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലെ നമുക്ക് നോക്കാം. m⁻⁴ v⁻⁵. ഓക്കെ, m⁻⁴ v ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡയമെൻഷൻ ആണ്. ഓക്കെ, ഈ ടേമിന്റെ ഡയമെൻഷൻ. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലെ ഇതിന്റെ ഡയമെൻഷൻ നമുക്ക് എഴുതാം. കെ എന്നുള്ളത് ഓൾറെഡി ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്, അതിന് പ്രത്യേകിച്ച് ഡയമെൻഷൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി എമ്മിന്റെ ഡയമെൻഷൻ എന്താ, വി ബി ആണോ മക്കളെ? v⁻⁵ ആണ് കേട്ടോ, വി ബി അല്ല, v⁻⁵. ഓക്കെ, സോ v⁻⁵. ഇനി എം എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ്. മാസിന്റെ ഡയമെൻഷൻ എന്താണ്, ക്യാപിറ്റൽ എം. ഓക്കെ, ⁻⁴. ഓക്കെ, എ. ഇനി വി എന്ന് പറഞ്ഞാൽ എന്താണ്, വി എന്ന് പറഞ്ഞാൽ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി അല്ലെ. സ്പീഡിന്റെ ഡയമെൻഷൻ എന്താണ്, അല്ലെങ്കിൽ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്, Lt⁻⁻⁻⁻. ഓക്കെ, സോ വി എന്ന് പറഞ്ഞാൽ എന്താണ്, Lt⁻⁻⁻. ഇനി v⁻⁻b ഉണ്ട്, സോ all⁻b. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, m⁻⁴ Lt⁻⁻1 all⁻b ആണ്. അപ്പം L⁻b. ഇനി t⁻⁻1 all⁻b എന്ന് പറഞ്ഞാൽ എന്താണ്, t⁻⁻1 all⁻b എന്ന് പറഞ്ഞാൽ എന്താ, t⁻⁻b അല്ലെ, t⁻⁻b. ഓക്കെ, t⁻⁻b. ഓക്കെ, സോ നമുക്ക് m⁻⁴ L⁻b t⁻⁻b എന്ന് ഇതിന്റെ ഡയമെൻഷനും കിട്ടി. ഓക്കെ, സോ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഡയമെൻഷനും റൈറ്റ് ഹാൻഡ് സൈഡിന്റെ ഡയമെൻഷനും കിട്ടി. എന്ത് ചെയ്യുക, ഇനി ഇതിനെ തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്താണ്, ഒന്നിന്റെ ഒരു സൈഡിലുള്ളതും മറ്റേ സൈഡിലുള്ളതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഫൈനൽ ഔട്ട് കിട്ടും. ഓക്കെ, സോ കമ്പയറിങ് എന്താണ്, ഇതിന് നമുക്ക് 2 എന്ന് കൊടുക്കാം, ഇതിന് നമുക്ക് 3 എന്ന് കൊടുക്കാം. സോ കമ്പയറിങ് 2 and 3 കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, കമ്പയർ. ഓക്കെ, കമ്പയർ ചെയ്യുക. അപ്പൊ എന്ത് നിങ്ങൾക്ക് കിട്ടും, ml² t⁻⁻2 is equal to m⁻⁴ L⁻b t⁻⁻2. ഓക്കെ, സോ നമുക്ക് കിട്ടേണ്ടത് എയും ബിയും ആണ്. പവേഴ്സ് ആയിട്ടുള്ള എക്സ്പോണൻസ് ആയിട്ടുള്ള എയും ബിയും ആണ് കിട്ടേണ്ടത്. സോ എ ഉള്ള ടേംസ് ഏതാണ്, എം അല്ലെ. സോ എന്ത് കിട്ടും, ഇതിനകത്ത് മനസ്സിലാവും, m = m⁻⁴ എന്നാണ്. അതായത് എം എന്ന് പറഞ്ഞാൽ m⁻1. സോ എ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, a = 1. കിട്ടിയോ, എ കിട്ടി. ഇനി ബി കിട്ടണം. അപ്പൊ ബി ഉള്ള ടേംസ് നോക്കിക്കേ, ബി ഉള്ള ടേം എവിടെയാണ്, ഓക്കെ, L⁻b L⁻2 കിട്ടിയിട്ടുണ്ട് അല്ലെ. L⁻b യും L⁻2 കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, L⁻2 is equal to L⁻b എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് വെലോസിറ്റി എന്താണെന്നാണ് പറഞ്ഞത്, ആക്സലറേഷൻ ആണ് Lt⁻⁻2. ഓക്കെ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ Lt⁻⁻1 ആണ്. ഓക്കെ, അത് കറക്റ്റ് ആണ്. സോ L⁻2 is equal to L⁻b. അപ്പൊ b എന്താന്ന് നമുക്ക് കിട്ടി, b is equal to 2. സോ a = 1, b = 2 ആണെന്ന് കിട്ടി. ഇനി എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ നേരെ ഇവിടെ കൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അതായത് കൈനറ്റിക് എനർജി ഈക്വൽ ടു കെ എന്ന് പറഞ്ഞ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ആവശ്യമില്ല. എം എന്ന് പറഞ്ഞ എന്താണ്, m⁻⁴ ആണ്. m⁻⁴ എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, m⁻⁴ വാല്യൂ നിങ്ങൾക്ക് കിട്ടി 1. ഇനി ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സ്പീഡാണ്, ⁻⁵b എന്ന് പറഞ്ഞാൽ എന്താണ് 2. അപ്പൊ എന്താണ്, നമുക്ക് എയും ബിയും നമ്മൾ കമ്പയർ ചെയ്ത് കിട്ടി. സോ നമുക്ക് ഫൈനലി എന്ത് കിട്ടും, കൈനറ്റിക് എനർജി ഈക്വൽ ടു m⁻1 v⁻2. ഓക്കെ, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു m⁻1 v⁻2. അപ്പം നമ്മൾ എന്താണ്, എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുകയും ചെയ്തു, ഒരു ഇക്വേഷനിലോട്ട് എത്തുകയും ചെയ്തു. അപ്പം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു m⁻1 v⁻2 എന്നാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചേ, ലോജിക്കലി ഇത് കറക്റ്റ് ആണോ? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ് ശരിക്കും? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv² എന്നാണ് അല്ലെ. അപ്പൊ ഇത് ലോജിക്കലി കറക്റ്റ് ആയിരിക്കത്തില്ല, പക്ഷെ എന്താണ്, ഡയമെൻഷനലി ദിസ് ഇസ് കറക്റ്റ്. ഓക്കെ ആണോ മക്കളെ?
സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു m⁻⁴ എന്നുള്ള ഡെറിവേഷനിലേക്ക് നമ്മൾ എക്സ്പ്രഷനിലേക്ക് ഡയമെൻഷനിലേക്ക് നമ്മൾ എത്തി. ബട്ട് എന്താണ് ഇക്വേഷൻ വൈസ് അത് തെറ്റായിരിക്കാം. അത് ഒരു ലിമിറ്റേഷൻ ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ബേസിക് ക്വാണ്ടിറ്റീസിന്റെ എല്ലാം ഡയമെൻഷൻസ് പഠിക്കുക. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പലതും തരും. എന്നിട്ട് എന്താണ് പവർ കമ്പയർ ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. ഓക്കെ, എ ഉള്ള ടേം ഏതാണെന്ന് നോക്കുക, ഇപ്പുറത്തെ എന്താണ് എ വരുന്ന ടേം ഏതാണെന്ന് നോക്കുക, അതിന്റെ രണ്ടിന്റെ പവേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യുക. ഇനി ബി വരുന്ന ടേമുകൾ ഏതാണെന്ന് നോക്കുക, ബി എവിടെയാണ് വരുന്നത്, ഓക്കെ, അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതാണോ അതുമായിട്ട് കമ്പയർ ചെയ്യുക. ഇവിടെ എല്ലിന്റെ മുകളിലാണ് ബി വരുന്നത്, സോ ഇവിടെ എല്ലിന്റെ മുകളിലുള്ള ഇതുമായിട്ട് പവറുമായിട്ട് കമ്പയർ ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു പ്രോബ്ലം സ്റ്റാർട്ട്. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് നമ്മൾ ഇതുവരെ പഠിച്ചത് എന്തായിരുന്നു, നമ്മൾ ഒരു ഇക്വേഷൻ തന്നിട്ട് അത് ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാന്നുള്ളത്. പക്ഷേ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഡയമെൻഷണൽ അനാലിസിസിൽ അതിൻ്റെ വേറൊരു ആപ്ലിക്കേഷൻ എന്തായിരുന്നു മക്കളെ, നമുക്ക് ഇത് ഡിറൈവ് ചെയ്യാൻ, അതായത് എക്സ്പ്രഷൻസ് ഡിറൈവ് ചെയ്യാനും എന്താണ് ഈ ഡയമെൻഷണൽ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. ഓക്കെ, സോ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് കൈനറ്റിക് എനർജി, ഓക്കെ മിസ് അത് K.E ഡിനോട്ട് ചെയ്തിരിക്കുകയാണ്. ഇഫ് കൈനറ്റിക് എനർജി ഡിപ്പെൻഡ്സ് ഓൺ മാസ് m ആൻഡ് സ്പീഡ് v ഓഫ് ദ ബോഡി അറൈവ് അറ്റ് ആൻ എക്സ്പ്രഷൻ. ഓക്കെ, സോ കൈനറ്റിക് എനർജി രണ്ട് ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്, മാസ് m, ഓക്കെ, ബോഡിയുടെ മാസ് എമ്മിനെയും വെലോസിറ്റി വിയെയും കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു എക്സ്പ്രഷനിലോട്ട് ഡിറൈവ് ചെയ്യുക. ഓക്കെ, എക്സ്പ്രഷനിലോട്ട് നിങ്ങൾ എത്തുക. ഓക്കെ, സോ നമുക്ക് എന്തറിയാം, കൈനറ്റിക് എനർജി. ഓക്കെ, കൈനറ്റിക് എനർജിനെ K.E എന്ന് മിസ് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, K.E. K.E എന്താണ്, നമുക്ക് പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല, അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നേ അറിയത്തുള്ളൂ. സോ ഡയറക്റ്റ് പ്രൊപ്പോർഷണാലിറ്റി ആണെന്ന് പറയുന്നു. ഓക്കെ, സോ കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു m/v, മാസിനെയും സ്പീഡിനെയും. ഓക്കെ, ഒരു ബോഡിയുടെ മാസിനെയും സ്പീഡിനെയും ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ എന്താണ് ജനറലി അങ്ങ് എഴുതുകയാണ്, കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു മാസ് ആൻഡ് സ്പീഡ് ഓഫ് ദ ബോഡി. ഇനി നമുക്ക് അറിയാം ഡയമെൻഷണൽ അനാലിസിസ് വഴി എക്സ്പ്രഷനിലോട്ട് അറൈവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ എന്താണ് അതിന്റെ റേസ് ടു പവർ എന്നുള്ള രീതിയിൽ എഴുതണം. എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ ഡയമെൻഷൻ വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? സോ നിങ്ങൾക്ക് അറിയത്തില്ല എമ്മിന്റെ ഡയമെൻഷൻ എന്താണെന്ന്, നിങ്ങൾക്ക് m റേസ് ടു എത്ര പവറാന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, v റേസ് ടു എത്ര പവറാന്ന് നിങ്ങൾക്ക് അറിയത്തില്ല അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് കോൺസ്റ്റന്റ് നമ്പേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ലെറ്റ് സേ ഇറ്റ് ഇസ് a, അപ്പൊ ബിയുടെ ആണെങ്കിൽ അടുത്തതാണെങ്കിൽ b എന്ന് നമ്മൾ കൊടുക്കത്തില്ലേ, നമുക്ക് അറിയത്തില്ലാത്തതാണെങ്കിൽ. അതുപോലെ എന്താണ്, എമ്മിന്റെ പവർ a ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു, വിയുടെ പവർ സ്പീഡിന്റെ പവർ എന്താണ് b ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, കൈനറ്റിക് എനർജി. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, m റേസ് ടു a എന്ന് നമ്മൾ വിചാരിക്കുവാണ് v റേസ് ടു b. കാരണം എന്താണ്, ഇത് ശരിക്കും ഇതിന്റെ പവേഴ്സ് എന്താ നമുക്ക് അറിയത്തില്ല. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² അല്ലേ, അതങ്ങ് എഴുതിയ പോരെയെന്ന്. നമ്മുടെ ക്വസ്റ്റ്യൻ അതാണല്ലോ, ആണോ? അല്ല, നമുക്ക് ഡിറൈവ് ചെയ്ത് വരണം. ഓക്കെ, സോ നിങ്ങൾ നേരിട്ട് എഴുതിയാൽ അതിൽ കാര്യമില്ല. ഓക്കെ, സോ നമുക്കറിയാത്തതുകൊണ്ട് m റേസ് ടു a v റേസ് ടു b എന്ന് നമ്മൾ എഴുതി. ഇനി ഇതെന്ന് പറഞ്ഞ പ്രപ്പോർഷണാലിറ്റി ആണ് കൊടുത്തിരിക്കുന്നത്. ഈ പ്രപ്പോർഷണാലിറ്റിനെ എന്താക്കണം, നമുക്ക് ഒരു ഇക്വേഷൻ ഫോമിലോട്ടാക്കണം അല്ലേ? മക്കളെ ശ്രദ്ധിച്ചേ, നമ്മൾ ഡയമെൻഷണൽ ഇക്വേഷൻസ് ആണ് നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് സൈഡിലുള്ള ടേംസിനെ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണ്, അത് ഡയമെൻഷനലി ഈക്വൽ ആണോ എന്ന്. സോ അങ്ങനെ എന്താണ്, പ്രപ്പോർഷണാലിറ്റിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുക, ഈക്വൽ ടു സൈൻ കൊടുക്കുക. ഓക്കെ, സോ നമ്മൾ പ്രപ്പോർഷണാലിറ്റീനെ ഈക്വൽ ടു സൈൻ വെച്ച് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, യു ഹാവ് ടു ഇൻട്രൊഡ്യൂസ് എ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. നമ്മളൊരു പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്തായിട്ട്, സ്മോൾ k ആയിക്കോട്ടെ. ഓക്കെ, സ്മോൾ k. ഓക്കെ, എല്ലാം ഒരേ k കൊടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഓക്കെ, സ്മോൾ k ആണെന്ന് വിചാരിച്ചോളാം. ഓക്കെ, സ്മോൾ k. സോ പ്രപ്പോർഷണാലിറ്റിനെ ഇക്വേഷൻ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി എന്താണ്, ഞാനൊരു പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, k, സ്മോൾ k. ഓക്കെ, സ്മോൾ k m റേസ് ടു a v റേസ് ടു b. സോ നമുക്ക് ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ 1. ഓക്കെ, ഇതാണ് ഇക്വേഷൻ 1 എന്ന് വിചാരിക്കുക. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? സോ ഇനി നമുക്കറിയാം കൈനറ്റിക് എനർജി. ഓക്കെ, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് mv² ആണ്, ഹാഫ് mv² ആണ് അല്ലേ?
അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇനി ഡയമെൻഷണൽ അനാലിസിസ് നടത്താം. നമുക്ക് പക്ഷെ എന്താണ് ഇതിന്റെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്ക് അറിയത്തുള്ളൂ, ഹാഫ് എം വി സ്ക്വയർ. അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് വേറെയാണ് അല്ലേ. അപ്പൊ എന്താണ് ഹാഫ് എം വി സ്ക്വയർ. ഓക്കെ, ഹാഫ് എം വി സ്ക്വയർ. ഓക്കെ, സോ ഹാഫ് എം വി സ്ക്വയറിൽ വെച്ചിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഹാഫ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു, അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല. ഇനി എം എന്ന് പറഞ്ഞാൽ എന്താണ്? എം എന്ന് പറഞ്ഞാൽ മാസ് ആണ്. മാസിന്റെ ഡയമെൻഷൻ എന്താണ്? ക്യാപിറ്റൽ എം. ഇനി വി എന്ന് പറഞ്ഞാൽ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി അല്ലെ. വിയുടെ എന്തായിരുന്നു? L(T⁻⁻1) ആണ് എന്ത്? ഡയമെൻഷൻ. സോ എന്ത് ചെയ്യാം? ഹാഫ് എം L(T⁻⁻1) ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലെ. അപ്പൊ എത്രയാണ്? എത്ര വരും? എം L സ്ക്വയർ T⁻⁻2 എന്ന് കിട്ടും അല്ലെ. എം L സ്ക്വയർ T⁻⁻2. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി അപ്പൊ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇത്രയും കിട്ടി. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിന്റെ കാര്യം നമുക്ക് എടുക്കാം. ഓക്കെ, റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കുമ്പോൾ എന്താണ്? കെ എന്ന് പറഞ്ഞ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിന്റെ കാര്യം നമുക്ക് ആവശ്യമില്ല. ഓക്കെ, കെ എന്ന് പറഞ്ഞ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. അതൊരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഡയമെൻഷൻ ഇല്ല നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ. ഇനി ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. ഇത് നമ്മൾ കൈനറ്റിക് എനർജിയുടെ വെച്ചിട്ടാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഹാഫ് എം വി സ്ക്വയറിന്റെ ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലെ നമുക്ക് നോക്കാം. m⁻⁴ v⁻⁴b. ഓക്കെ, m⁻⁴ v ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡയമെൻഷൻ ആണ്. ഓക്കെ, ഈ ടേമിന്റെ ഡയമെൻഷൻ. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലെ ഇതിന്റെ ഡയമെൻഷൻ നമുക്ക് എഴുതാം. കെ എന്നുള്ളത് ഓൾറെഡി ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. അതിന് പ്രത്യേകിച്ച് ഡയമെൻഷൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി എമ്മിന്റെ ഡയമെൻഷൻ എന്താ? വി ബി ആണോ മക്കളെ? v⁻⁵b ആണ് കേട്ടോ. വി ബി അല്ല, v⁻⁵b. ഓക്കെ, സോ v⁻⁵b. ഇനി എം എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ്. മാസിന്റെ ഡയമെൻഷൻ എന്താണ്? ക്യാപിറ്റൽ എം. ഓക്കെ, ⁻⁴a. ഓക്കെ, എ. ഇനി വി എന്ന് പറഞ്ഞാൽ എന്താണ്? വി എന്ന് പറഞ്ഞാൽ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി അല്ലെ. സ്പീഡിന്റെ ഡയമെൻഷൻ എന്താണ്? അല്ലെങ്കിൽ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? L(T⁻⁻1). ഓക്കെ, സോ വി എന്ന് പറഞ്ഞാൽ എന്താണ്? L(T⁻⁻1). ഇനി v⁻⁴b ഉണ്ട്. സോ all⁻b. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? m⁻⁴ L(T⁻⁻1) all⁻b ആണ്. അപ്പം L⁻b. ഇനി T⁻⁻1 all⁻b എന്ന് പറഞ്ഞാൽ എന്താണ്? T⁻⁻1 all⁻b എന്ന് പറഞ്ഞാൽ എന്താ? T⁻⁻b അല്ലെ. T⁻⁻b. ഓക്കെ, T⁻⁻b. ഓക്കെ, സോ നമുക്ക് m⁻⁴ L⁻b T⁻⁻b എന്ന് ഇതിന്റെ ഡയമെൻഷനും കിട്ടി. ഓക്കെ, സോ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഡയമെൻഷനും റൈറ്റ് ഹാൻഡ് സൈഡിന്റെ ഡയമെൻഷനും കിട്ടി. എന്ത് ചെയ്യുക? ഇനി ഇതിനെ തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്താണ്? ഒന്നിന്റെ ഒരു സൈഡിലുള്ളതും മറ്റേ സൈഡിലുള്ളതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? ഫൈനൽ ഔട്ട് കിട്ടും. ഓക്കെ, സോ കമ്പയറിങ് എന്താണ്? ഇതിന് നമുക്ക് 2 എന്ന് കൊടുക്കാം, ഇതിന് നമുക്ക് 3 എന്ന് കൊടുക്കാം. സോ കമ്പയറിങ് 2 and 3 കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? കമ്പയർ. ഓക്കെ, കമ്പയർ ചെയ്യുക. അപ്പൊ എന്ത് നിങ്ങൾക്ക് കിട്ടും? ml സ്ക്വയർ T⁻⁻2 is equal to m⁻⁴ L⁻b T⁻⁻2. ഓക്കെ, സോ നമുക്ക് കിട്ടേണ്ടത് എയും ബിയും ആണ്. പവേഴ്സ് ആയിട്ടുള്ള എക്സ്പോണൻസ് ആയിട്ടുള്ള എയും ബിയും ആണ് കിട്ടേണ്ടത്. സോ എ ഉള്ള ടേംസ് ഏതാണ്? എം അല്ലേ. സോ എന്ത് കിട്ടും? ഇതിനകത്ത് മനസ്സിലാവും. m = m⁻⁴ എന്നാണ്. അതായത് എം എന്ന് പറഞ്ഞാൽ m⁻1. സോ എ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? a = 1. കിട്ടിയോ? എ കിട്ടി. ഇനി ബി കിട്ടണം. അപ്പൊ ബി ഉള്ള ടേംസ് നോക്കിക്കേ. ബി ഉള്ള ടേം എവിടെയാണ്? ഓക്കെ, L⁻b L⁻2 കിട്ടിയിട്ടുണ്ട് അല്ലേ. L⁻bയും L⁻2 കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? L⁻2 is equal to L⁻b എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം നമുക്ക്? വെലോസിറ്റി എന്താണെന്നാണ് പറഞ്ഞത്? ആക്സിലറേഷൻ. ആക്സിലറേഷൻ ആണ് L⁻⁻2. ഓക്കെ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ L⁻⁻1 ആണ്. ഓക്കെ, അത് കറക്റ്റ് ആണ്. സോ L⁻2 is equal to L⁻b. അപ്പൊ b എന്താന്ന് നമുക്ക് കിട്ടി? b is equal to 2. സോ a = 1, b = 2 ആണെന്ന് കിട്ടി. ഇനി എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ നേരെ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അതായത് കൈനറ്റിക് എനർജി ഈക്വൽ ടു കെ എന്ന് പറഞ്ഞ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. അതിന്റെ ആവശ്യമില്ല.
എം എന്ന് പറഞ്ഞാൽ എന്താണ്? എം റേസ് ടു എ ആണ്. എം റേസ് ടു എ എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? എം റേസ് ടു എയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടി 1. ഇനി ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സ്പീഡാണ്. റേസ് ടു ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 2. അപ്പോൾ എന്താണ്? നമുക്ക് എയും ബിയും നമ്മൾ കമ്പയർ ചെയ്ത് കിട്ടി. സോ നമുക്ക് ഫൈനലി എന്ത് കിട്ടും? കൈനറ്റിക് എനർജി ഈക്വൽ ടു എം റേസ് ടു 1 വി റേസ് ടു 2. ഓക്കെ, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എം റേസ് ടു 1 വി റേസ് ടു 2. അപ്പോൾ നമ്മൾ എന്താണ്? എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുകയും ചെയ്തു, ഒരു ഇക്വേഷനിലോട്ട് എത്തുകയും ചെയ്തു. അപ്പം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എം റേസ് ടു 1 വി റേസ് ടു 2 എന്നാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചേ, ലോജിക്കലി ഇത് കറക്റ്റ് ആണോ? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ് ശരിക്കും? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്നാണ് അല്ലേ? അപ്പോൾ ഇത് ലോജിക്കലി കറക്റ്റ് ആയിരിക്കത്തില്ല, പക്ഷെ എന്താണ്? ഡയമെൻഷനലി ദിസ് ഇസ് കറക്റ്റ്. ഓക്കെ ആണോ മക്കളെ? സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എം റേസ് ടു 1 വി റേസ് ടു സ്ക്വയർ എന്നുള്ള ഡെറിവേഷനിലേക്ക് നമ്മൾ എക്സ്പ്രഷനിലേക്ക് ഡയമെൻഷനിൽ നമ്മൾ എത്തി. ബട്ട് എന്താണ്? ഇക്വേഷൻ വൈസ് അത് തെറ്റായിരിക്കാം. അത് ഒരു ലിമിറ്റേഷൻ ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ബേസിക് ക്വാണ്ടിറ്റീസിൻ്റെ എല്ലാം ഡയമെൻഷൻസ് പഠിക്കുക. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പലതും തരും. എന്നിട്ട് എന്താണ്? പവർ കമ്പയർ ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. ഓക്കെ, എ ഉള്ള ടേം ഏതാണെന്ന് നോക്കുക, ഇപ്പുറത്തെ എന്താണ് എ വരുന്ന ടേം ഏതാണെന്ന് നോക്കുക, അതിൻ്റെ രണ്ടിൻ്റെ പവേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യുക. ഇനി ബി വരുന്ന ടേമുകൾ ഏതാണെന്ന് നോക്കുക, ബി എവിടെയാണ് വരുന്നത്? ഓക്കെ, അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതാണോ അതുമായിട്ട് കമ്പയർ ചെയ്യുക. ഇവിടെ എല്ലിൻ്റെ മുകളിലാണ് ബി വരുന്നത്, സോ ഇവിടുത്തെ എല്ലിൻ്റെ മുകളിലുള്ള ഇതുമായിട്ട് പവറുമായിട്ട് കമ്പയർ ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു പ്രോബ്ലം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.